ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC Vibe. PSC Vibeന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 41/2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്ത്? പൊതുഭരണം, പൊതുജനാരോഗ്യം, ആസൂത്രണ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊതുഭരണമാണ്. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്ന പറയുന്ന പേരാണ് പൊതുഭരണം. SCERT സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണം എന്ന് പറഞ്ഞത് N. ഗ്ലാഡനാണ്. ചോദിച്ചിട്ടുണ്ട്, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണം എന്ന് അഭിപ്രായപ്പെട്ടത് പാശ്ചാത്യ ചിന്തകനായ N. ഗ്ലാഡനാണ്. ഇനി ഓപ്ഷനിലുള്ള ആസൂത്രണ കമ്മീഷൻ. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. ചോദിച്ചിട്ടുണ്ട്, ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938. 1938 ഹരിപുര INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് നിലവിൽ വന്നത്. 1938 ഹരിപുര ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. അതിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. ചോദിച്ചിട്ടുണ്ട്. ഇനി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഇനി ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്, ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ് ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൺസാലാൽ നന്ദയുമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൺസാലാൽ നന്ദയും ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുന്നു എന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ഇതും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുന്നു എന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തി ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഗ്രാമസ്വരാജ് എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം ഗാന്ധിജിയുടേതാണ്. ഇനി ഓപ്ഷനിലുള്ള സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. നേതാജി എന്നറിയപ്പെടുന്നതും സുഭാഷ് ചന്ദ്രബോസാണ്. നമുക്കറിയാം, നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ചോദിക്കാറുള്ളതാണ്. 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ഓക്കെ, ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 ഇന്ത്യയിൽ ദേശ് പ്രേം ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. അത് ദേശ് പ്രേം ദിവസമായിട്ട് ആചരിക്കുന്നു. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ജയ് ഹിന്ദ്, ദില്ലി ചലോ ഇതൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ മുദ്രാവാക്യങ്ങളാണ്. അതേപോലെ ദേശസ്നേഹികളുടെ രാജകുമാരൻ, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും സുഭാഷ് ചന്ദ്രബോസാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, ഇനി ഓപ്ഷനിലുള്ള വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്.
ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ പട്ടേൽ. അതേപോലെ ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആര്? കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആര്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യുവജന കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിക്കാറുണ്ട്. UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പാർട്ട് 14ആണ്. പാർട്ട് 14ആണ് UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ UPSCയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്, പാർട്ട് 14. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏത്? ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏത്? സാക്ഷരതാ മിഷൻ, സാമൂഹ്യക്ഷേമ വകുപ്പ്, ഫ്രണ്ട് ഓഫീസ്, അക്ഷയ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അക്ഷയ കേന്ദ്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ലോകായുക്ത, ലോക്പാൽ, വിജിലൻസ് കമ്മീഷൻ, അഴിമതി വിരുദ്ധ സ്ക്വാഡ്. ഉത്തരം ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്തയാണ്. ഇനി ദേശീയ തലത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ദേശീയ തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോക്പാലാണ്. രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത, ദേശീയ തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏത്? വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏത്? മൗലിക അവകാശം, വിനോദത്തിനുള്ള അവകാശം, സംഘം ചേരുന്നതിനുള്ള അവകാശം, സ്വത്ത് ആർജിക്കുന്നതിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം മൗലിക അവകാശമാണ്. ഇനി മൗലിക അവകാശങ്ങളുടെ എണ്ണം 6ആണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണാണുള്ളത്. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, 6 ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. അങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ BR അംബേദ്കറുടേതാണ് ഈ വാക്കുകൾ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ, ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരുടേതാണ് ചോദിക്കാറുള്ളത്. ബഹിഷ്കൃത ഹിതകാരിണി സഭ ഡോക്ടർ അംബേദ്കർ സ്ഥാപിച്ചതാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ. 1932 ഗാന്ധിജിയും അംബേദ്കറും ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൂന പാക്ട് അല്ലെങ്കിൽ പൂന ഉടമ്പടി. 1932 പൂന ഉടമ്പടി. 1932 ഗാന്ധിജിയും അംബേദ്കറും ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൂന ഉടമ്പടി. ഇനി അംബേദ്കറിന്റെ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്.
അംബേദ്കറുടെ പ്രസിദ്ധീകരണമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം ഡോക്ടർ BR അംബേദ്കറുടേതാണ്. അതേപോലെ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യക്കാരൻ BR അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കറാണ്. ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത്? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത്? 1A, 2A, 3A, 4A. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4A. 4A ആണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A ആണ്. ഇനി ഭരണഘടനാ ഭാഗം 2, ഭരണഘടനാ ഭാഗം 2 പറയുന്നത് പൗരത്വത്തെ പറ്റിയിട്ടാണ്, ചോദിക്കാറുള്ളതാണ്. ഭരണഘടനാ ഭാഗം 2 പറയുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. അത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഭരണഘടനാ ഭാഗം 2 പറയുന്നത് പൗരത്വത്തെ പറ്റിയാണ്, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇനി ഭരണഘടനാ ഭാഗം 3, അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും. ഭരണഘടനാ ഭാഗം 3 പറയുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ്. ഭാഗം 3 പറയുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ്. അത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ഭാഗം 4 പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ്. ഭാഗം 3 മൗലികാവകാശങ്ങൾ, ഭാഗം 4 പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. ഭാഗം 4 പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളെപ്പറ്റി. ഭാഗം 4A, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഭാഗം 4A പറയുന്നത് മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങളെ പറ്റിയിട്ടാണ് ഭാഗം 4A പറയുന്നത്. ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് 51A. ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലിക കടമയെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 29ഉം 30ഉം. ആർട്ടിക്കിൾ 29ഉം 30ഉം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു തീയതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 26 നവംബർ 1949, 26 ജനുവരി 1950, 26 ജനുവരി 1949, 26 നവംബർ 1950. ഉത്തരം ഓപ്ഷൻ എ ആണ്, 26 നവംബർ 1949 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു തീയതിയാണ് 26 നവംബർ 1949. ഇനി ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26 ആണ്. നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചത്, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ് ആണ്. ഇനി അങ്ങനെ ഒരു ആശയം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഏത്? ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, GST, എക്സൈസ് തീരുവ. 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഓപ്ഷൻ ബി ആണ്, കോർപ്പറേറ്റ് നികുതിയാണ്. കോർപ്പറേറ്റ് നികുതി. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1760, 1780, 1775, 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി ആണ്,
1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 സ്ഥാപിച്ചത്. ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇനി ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലഹബാദ് ബാങ്കാണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്കാണ്. അത് 1904 സ്ഥാപിച്ചത്. ഇനി 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ചോദിക്കാറുണ്ട്, 1949. ഓക്കെ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് RBI. ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകരിച്ചത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. RBI നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. RBI നിലവിൽ വന്ന വർഷം 1935 ഏപ്രിൽ 1. ആസ്ഥാനം മുംബൈ. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? 1000 രൂപ, 500 രൂപ, 400 രൂപ, 200 രൂപ. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് ഓപ്ഷൻ സി ആണ്, 400 രൂപയാണ്. ഇപ്പോൾ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 7.92%, 6.43%, 5.47%, 8.63%. ഉത്തരം ഓപ്ഷൻ എ ആണ്, 7.92%. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ച ശതമാനമാണ് 7.92%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏതെന്നാണ്? ഏത്? അമർത്യ സെൻ മനുഷ്യക്ഷേമം, കാൾ മാർക്സ് ലേസഫെയർ, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ്. ഇതിൽ ചേരാത്തത് കാൾ മാർക്സ് ലേസഫെയർ എന്നുള്ളതാണ് ചേരാത്തത്. അമർത്യ സെന്നിൻ്റെയാണ് മനുഷ്യക്ഷേമം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ്. ഇതൊക്കെ കറക്റ്റാണ്. കാൾ മാർക്സിൻ്റെത് തെറ്റാണ്, ലേസഫെയർ വേറേതാണ്. മൂലധനം എന്ന പുസ്തകം രചിച്ചത് കാൾ മാർക്സ് ആണ്. മൂലധനം എഴുതിയത് കാൾ മാർക്സ് ആണ്. ലേസഫെയർ സിദ്ധാന്തം ആദം സ്മിത്തിൻ്റെതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലേസഫെയർ എന്ന സിദ്ധാന്തം ആദം സ്മിത്തിൻ്റെതാണ്. ഇനി ഓപ്ഷനിലുള്ള അമർത്യ സെൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ. ചോദിക്കാറുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ 1998 അമർത്യ സെന്നിന് നോബൽ പ്രൈസ് കിട്ടിയത്. തൊട്ടടുത്ത വർഷം 1949 അദ്ദേഹത്തിന് ഭാരതരത്നവും ലഭിക്കുകയുണ്ടായി. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് അമർത്യ സെൻ, 1998. ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്ന പുസ്തകം അമർത്യ സെന്നിൻ്റെതാണ്. എന്താണ്? ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്ന പുസ്തകം ആരുടേതാണ്? അമർത്യ സെന്നിൻ്റെതാണ്. ഓക്കെ. ഇനി ദാദാഭായ് നവറോജിയെ പറ്റി നോക്കാം. ഓപ്ഷനിലുള്ളത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം വളരെ ഫേമസ് ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എപ്പോഴും ദാദാഭായ് നവറോജിയെ പറ്റി ചോദിക്കാറുള്ള ചോദ്യമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഓക്കെ.
ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി GK ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.